നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു രാത്രികാലം കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊന്നിച്ചായിരിക്കുവാനായിട്ട് ദൈവം നമ്മോട് കരുണ കാണിച്ചു. തൻ്റെ സ്നേഹത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആകർഷിച്ച് തൻ്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കരുണയ്ക്കായി ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രത്തോടെ നമുക്കായിരിക്കാം. ഈ രാത്രികാലവും വാസ്തവമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാനും നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് ദൈവശക്തിയോടെ മുന്നോട്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ദൈവം വളരെ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ സമയവും സംസാരിക്കുന്ന ദൈവമാണ്. സ്നേഹത്തോടെ സംസാരിക്കുന്ന ദൈവമാണ്. ദയയോടെ കരുണയോടെ സംസാരിക്കുന്ന ദൈവമാണ്. അവന് നമ്മോട് മനസ്സലിവുണ്ട്, അവന് നമ്മോട് സ്നേഹമുണ്ട്. അവന് നമ്മുടെ എല്ലാ അവസ്ഥയിലും യഥാർത്ഥമായിട്ടും അവനെപ്പോലെ ആയിത്തീരുവാനുള്ള ആ വലിയ ആഗ്രഹം ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. നാം കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ച് കടന്നു പോയത്. തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമുക്ക് ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, കടന്നു പോകാം. നമ്മളന്ന് കാണുകയുണ്ടായി, ഈ 40-ാം അധ്യായം ഒരു പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ ഒരു പതിപ്പാണ്. 40 മുതൽ 66 വരെയുമുള്ളതായ 26 പുസ്തകങ്ങൾ. 40-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മളന്ന് കാണുകയുണ്ടായി. എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. നമ്മൾ കണ്ടു, പുതിയ ഉടമ്പടിയിലൂടെ അല്ലെ പുതിയ നിയമത്തിലൂടെ ദൈവം നമുക്ക് ആശ്വാസം പകരുന്നതായ ദൈവമാണ്. അപ്പോൾ നമുക്ക് ആശ്വാസം പകരുന്നതായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താ? ബാക്കി എല്ലാ ദൈവമക്കളെയും നമ്മൾ ആശ്വസിപ്പിക്കുന്നവരായി തീരണം. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വലിയൊരു രഹസ്യം അതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന്, ക്രിസ്തുയേശുവിലൂടെ, പിതാവായ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മൾ ആശ്വാസം പ്രാപിക്കുകയും ആ ആശ്വാസം നമ്മൾ യഥാർത്ഥമായിട്ടും മറ്റ് ദൈവമക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് യഥാർത്ഥമായ ഒരു പുതിയ നിയമസഭയുടെ അനുഭവത്തിൽ പണിയപ്പെടുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. നമ്മൾ 2-ാമത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരുശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നുവെന്നും അവളോട് വിളിച്ചു പറയുവിൻ. നമ്മൾ മലയാളത്തിൽ അങ്ങ് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ അല്ല അതിൻ്റെ മീനിങ്. എന്നാൽ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തതയോടെ അവിടെ പറയുന്നു. ഇംഗ്ലീഷിൽ അത് പറയുന്നത്: സ്പീക്ക് കൈൻഡ്ലി ടു ജെറുസലേം ആൻഡ് കോൾ ഔട്ട് ഹെർ that her warfare has ended, that her iniquity has been removed, that she has received of the Lord's hand double for all her sins. അപ്പോൾ ഇവിടെ പറയുന്നത് സ്പീക്ക് കൈൻഡ്ലി ടു ജെറുസലേം, യെരുശലേമിനോട് ദയോടെ സംസാരിക്കുക. രണ്ടാമത് അവിടെ പറയുന്നത് ആൻഡ് കോൾ ഔട്ട് ടു ഹെർ that her warfare has ended. അവളോട് പറയണം, യെരുശലേമിനോട് പറയണം. എന്താണ് പറയേണ്ടത്? നിന്റെ വാർഫെയർ, നിന്റെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും യുദ്ധമുണ്ടായിരുന്നു, എന്നാൽ ആ യുദ്ധത്തിന് ഒരവസാനമായിരിക്കുന്നു. പിന്നെ 3-ാമത് അവിടെ പറയുന്നത് that her iniquity has been removed. നിന്റെ എല്ലാ അകൃത്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും നീക്കിക്കളഞ്ഞിരിക്കുന്നു. that she has received the Lord's hand double for all her sins. അവളുടെ എല്ലാ പാപത്തിനും ഇരട്ടിയായിട്ട് അവള് പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്കുക, ദൈവം ഒന്നാമത് പറയുന്നത് എന്താ? യെരുശലേമിനോട് ദയവായിട്ട് സംസാരിക്കണം. നമ്മൾ പുതിയ നിയമ ഉടമ്പടിയിൽ കീഴിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുയേശുവിലൂടെ നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ കർത്താവ് നമ്മളെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്നാമത് ഉണ്ടാകുന്നത് എന്താ? മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു. മാനസാന്തരപ്പെടാതെ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല.
നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും മറച്ചു വെച്ചുകൊണ്ട് അതിനെ നീതീകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ദൈവം നമ്മുടെ മാനസാന്തരം അല്ല അന്വേഷിക്കുന്നത്. ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയാ? കരുണയോടെയാണ് ദൈവം കാണുന്നത്, ദയോടെയാണ് ദൈവം കാണുന്നത്. കാരണം പഴയ ഉടമ്പടിയിലും പഴയ നിയമത്തിലുമൊക്കെയും ദൈവം പറഞ്ഞു, നീ മനസ്സ് തിരിഞ്ഞു വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിൽ ദൈവം എന്താ നമ്മളോട് പറയുന്നത്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് വഴി ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്നല്ല പറഞ്ഞത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ്. അതായത് കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്നതായ ഒരു ദൈവം. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് പാപികളായിരിക്കുമ്പോൾ തന്നെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി എല്ലാ പരിഹാരവും ചെയ്ത് തീർത്ത കർത്താവ്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ, നമ്മൾ ജനിക്കുന്നതിന് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്ന, ഇന്നുവരെയും ചെയ്ത, ഇനിയും ചെയ്യുവാൻ പോകുന്ന എല്ലാ പാപങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് പരിഹാരമായി തീർന്നു. ആ പരിഹാരമായി തീർന്ന കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളെ വിളിക്കുന്നത്, നീ മാനസാന്തരപ്പെട്ട യേശുവിൽ വിശ്വസിക്കുവാനായിട്ട്. നോക്കൂ, ഇത് തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ നമ്മോടുള്ളതായ സ്നേഹത്താല്, നമ്മോടുള്ള കരുണയാല്, നമ്മോടുള്ള മനസ്സറിവിനാല് അവൻ എല്ലാത്തിനും പരിഹാരം ചെയ്തതിന് ശേഷം ദയോടെ നമ്മളെ വിളിക്കുകയാണ്. ഒരു ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഞാൻ ന്യായം വിധിക്കാൻ വേണ്ടിയല്ല വന്നത്, ന്യായവിധിയും കൊണ്ടല്ല ഞാൻ വന്നത്, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വന്നത്, നിങ്ങളോടുള്ള സ്നേഹത്താലാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നീതിമാനായ ദൈവമാണ്, കർക്കശക്കാരനായ ദൈവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എന്നാൽ നാം ഈ ജീവിച്ചിരിക്കുന്നതായ നാളില് മാനസാന്തരപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരമുള്ളപ്പോൾ നമ്മുടെ ദൈവം നമ്മെ കാണുന്നത് ദയോടുകൂടെ തന്നെയാണ്, സ്നേഹത്തോടുകൂടെ തന്നെയാണ്, കരുണയോടുകൂടെ തന്നെയാണ്, മനസ്സലിവിനോടുകൂടെ തന്നെയാണ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ദൈവം പറയുന്നത് എന്താ? യെരൂശലേമിനോട് നീ കൈൻഡായിട്ട് സംസാരിക്കണം. ദൈവത്തിന്റെ പുതിയ ഉടമ്പടിയിലൂടെ ക്രിസ്തുയേശുവിലൂടെ ദൈവം നമ്മളിലേക്ക് പകരുന്നത് സ്നേഹമാണ്, ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. അതിന്റെ അർത്ഥം നമ്മൾ മാനസാന്തരപ്പെടേണ്ടതെന്നല്ല. മാനസാന്തരപ്പെട്ടേ ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ദൈവം അതല്ല അന്വേഷിച്ചു നോക്കുന്നത്. അവൻ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനായ ദൈവപുത്രങ്കലിലുള്ളതായ വിശ്വാസം. എപ്പോഴാണ് പൗലോസിനെ സ്നേഹിച്ചത്? പൗലോസിനെ സ്നേഹിച്ചത് പാപികളിൽ പ്രധാനിയായിരിക്കുമ്പോഴാ. വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കളെ എല്ലാം ജയിലിലടയ്ക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ നശിപ്പിക്കുകയും ക്രിസ്തീയ സഭയെയും ക്രിസ്തീയ മാർഗത്തെയും എല്ലാ വിധത്തിലും നശിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ സ്നേഹം പൗലോസിലേക്ക് ഒഴുകിക്കൊണ്ടേ ആയിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ചതായ ദൈവപുത്രനായ ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസം. ആ ദൈവമെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മളെ ക്ഷണിക്കുന്നത്. അതും എങ്ങനെയാണ്? ഇവിടെ പറയുന്നത് കരുണയോടെ, ദയവോടെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുൻപില്, ദൈവത്തിന്റെ കരുണയുടെ മുൻപില് നാം എത്രമാത്രം നമ്മളെ ഏൽപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട്, യഥാർത്ഥമായ പുതിയ നിയമ ഉടമ്പടിയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും ഒരാൾ പോലും നശിച്ചു പോകാതിരിപ്പാൻ അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചത് നാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. തൻ്റെ പുത്രനെ ദൈവം നമുക്ക് നൽകിയത് നാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥമായ പുതിയ നിയമ ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നമ്മോടുള്ളതായ ഈ സ്നേഹം
നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നത്, നമുക്ക് വേണ്ടി എല്ലാം പരിഹാരമായി തീർന്നത് കണ്ടിട്ട് നമുക്കുള്ളതിനെയും നമ്മുടെ പാപത്തിന്റെ വഴികളെയും നമ്മുടെ സ്വയത്തെയും നമ്മുടെ സ്വയ സ്നേഹത്തെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരികെ വരുന്നവരായി നമ്മൾ തീരുന്ന ഒരു യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ നമ്മുടെ വഴിയെ പോവുകയും ഒരു 50-50 ദൈവവുമായിട്ടുള്ള ബന്ധമോ ഒരു 75-25 ബന്ധമോ ഒരു 10% 90% ബന്ധമോ അല്ല വേണ്ടത്. നമ്മളെ എങ്ങനെ ദൈവം സ്നേഹിച്ചത്? തനിക്കുള്ളത് മുഴുവൻ അവൻ മറുവിലയായിട്ട് കൊടുത്തു, തൻ്റെ ജീവൻ വെച്ചു കൊടുത്തു. നാം പാപികളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ജീവന് വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യപുത്രനായ ക്രിസ്തു യേശു തന്നെ. എൻ്റെ ജീവന് വേണ്ടി മറുവിലയായി കൊടുത്തവൻ, എൻ്റെ ജീവന് വേണ്ടി യാഗമായി തീർന്നവൻ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ ഏൽപ്പിച്ചു തന്നവൻ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചവൻ, ആ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ ദയയോടും കരുണയോടുമുള്ളതായ നമ്മുടെ ആ സ്നേഹം അത് കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയം, നമ്മുടെ സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ച ജീവിതം, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കുന്ന ജീവിതം, നമ്മൾ പാപത്തെ സ്നേഹിച്ച് പാപത്തിന്റെ വഴിയെ, ലോകത്തിന്റെ വഴിയെ, പണത്തിന്റെ വഴിയെ, പ്രതാപത്തിന്റെ വഴിയെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ പാരമ്പര്യങ്ങളുടെ പിന്നാലെ, മതങ്ങളുടെ പിന്നാലെ ഓടുന്ന ഓട്ടത്തിൽ നിന്ന് നേരെ തിരിഞ്ഞ് 180 ഡിഗ്രി തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നതായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതൊരു മതമല്ല, ദൈവവുമായിട്ടുള്ളതായ വ്യക്തിപരമായ ബന്ധമാണ്. മതത്തിന്റെ എല്ലാ നുഖങ്ങളും തകർത്ത് കളഞ്ഞിട്ട് എല്ലാ നുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് യഥാർത്ഥമായിട്ട് ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധത്തിലേക്ക് വന്ന് മുന്നോട്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതിലേക്കാണ് പുതിയ നിയമം നമ്മളെ വിളിക്കുന്നത്, പുതിയ ഉടമ്പടി നമ്മളെ വിളിക്കുന്നത്. കർത്താവ് നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ആ പുതിയ നിയമ ഉടമ്പടിയിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും, എല്ലാ സമയങ്ങളിലും ഈ ഒരു അടിസ്ഥാനത്തിന്റെ മേല്, പുതിയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിന്റെ മേല് പണിയപ്പെട്ടവരും വളരുന്നവരുമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീരണം. നമുക്കറിയാം, യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കാണുകയുണ്ടായി. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമ്മൾ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഹൃദയസ്ഥമാക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമ്പോൾ ഈ ഒരു വലിയ അപകടത്തിന്റെ മുന്നിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അക്ഷരം എന്ത് ചെയ്യും? അത് കൊന്നുകളയും. ടു ബ്രിങ് ഡെത്ത്, ഇറ്റ് വിൽ കിൽസ്. നമ്മൾ എത്ര പ്രാവശ്യം ഓർത്തിരുന്നാലും എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് അക്ഷരമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം അത് മരണമാണ് കൊണ്ടുവരുന്നത്, അത് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് വേണ്ടത്? ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ നമുക്ക് ജീവനായിട്ട് തീരണം, കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി തീരണം. ഓരോ വചനത്തിലും വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട്, ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് പോലെ വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്തു, അവിടെ ദൈവത്തിന്റെ ആ മഹത്വം ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന പിതാവിനെ ഞങ്ങൾ കണ്ടു. ആ ഒരു യാഥാർത്ഥ്യം ഓരോ വചനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരണം. അത് ഒരിക്കലുണ്ടായി തീർന്നു പോകുന്ന ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും ഒരു തുറന്ന ഹൃദയത്തോടെ, കർത്താവിലുള്ള വിശ്വാസത്തോടെ, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എൻ്റെ ഹൃദയ പലകമേൽ ദൈവത്തിന്റെ വചനം എഴുതണം, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായി തീരണം, അതെനിക്ക് ജീവനായി ശക്തിയായിട്ട് കൃപയായിട്ട് തീരണം എന്നുള്ളതായ ആഗ്രഹത്തോടെ നമ്മൾ വരുമ്പോഴെല്ലാം ഈ വചനം പുതുക്കത്തിന്റെ വചനമാണ്. നമ്മുടെ ഹൃദയത്തെ പുതുക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ പുതുക്കുന്നതാണ്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇതൊരു അറിവിന്റെ മേഖലയല്ല. അറിവ് അത് കൊല്ലുന്നതാണ്, അത് നമ്മളെ മരിപ്പിക്കുന്നതാണ്. എന്നാൽ അത് ആത്മാവിലൂടെ ജീവനായിട്ട് പരിണമിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് തീരും. ആ ഒരു വചനം, ജീവിപ്പിക്കുന്ന ആത്മാവ്, കൃപയുടെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും, ഓരോ കാര്യങ്ങളിലും, നമ്മുടെ വചന ധ്യാനങ്ങളിലും, നമ്മുടെ കൂടിവരവുകളിലും, മെസ്സേജുകളിലും ഒക്കെയും നമുക്ക് അനുഭവമായി തീരുവാനായിട്ട് ഇടയായി തീരണം. ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവം നമ്മളെ അതിലേക്കാണ് വിളിച്ചത്. കാരണം നമ്മുടെ ദൈവം, അവൻ നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനാണ്. ഇത് ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ ഹൃദയത്തില് ദൈവം തന്റെ കൃപയാല് വിശ്വാസത്തിന്റെ വേരുകളെ നട്ടിട്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വിത്തുകളെ നട്ടിട്ട് അത് വളരുമാറാക്കുന്ന, പൂർത്തീകരിക്കുന്നവനാണ് യേശു ക്രിസ്തു. അവൻ വചനം നമ്മുടെ ഹൃദയത്തിൽ നടുന്നു. ആ വചനം നടുന്നതായ വചനം അവൻ അത് വളർത്തുമാറാക്കുന്നു.
അതിനെ പൂർത്തിയിലേക്ക്, ഹീസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭവനും അത് പൂർത്തീകരിക്കുന്നവനുമായ കർത്താവ്, നമ്മുടെ മുന്നോടിയായിട്ട് കടന്നു പോയിരിക്കുന്നതായ കർത്താവ്, ആ കർത്താവിനെ ഓരോ വചനത്തിലൂടെയും കാണുവാനും അനുഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായി തീരുവാനുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥമായ ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ പങ്കുകാരായിട്ട്, ആ പുതിയ നിയമ ഉടമ്പടിയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ഈ രാത്രികാലവും തുടർന്നുള്ളതായ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായിട്ടും ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയായി തീരണം. ഇവിടെ ദൈവം നമ്മോട് കരുണയോടെ അല്ലെങ്കിൽ ദയോടെ കൈൻഡായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ കരുണ മാത്രമല്ല, അവിടെ എന്താ, ഇവിടെ യെരൂശലേം പുത്രിയോട് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് മാനസാന്തരപ്പെട്ടു വരുന്നവർക്ക് ദൈവം തരുന്നതായ ആ വലിയ അഷുറൻസ് ആണ് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആൻഡ് കോൾ ഔട്ട് ഹെർ ദാറ്റ് ഹെർ വാർഫെയർ ഹാസ് എൻഡഡ്. നോക്ക് എന്താണ് പറയുന്നത്, അവളെ വിളിച്ചിട്ട്, അവളെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞാല് അവളെ വിളിച്ച് പുറത്തിറക്കിയിട്ട് കോൾ ഔട്ട് ഹെയർ ആൻഡ് ടെൽ ഹെയർ വാർഫെയർ ഈസ് ഓവർ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെയും അനുഭവിക്കുകയും അതിലൂടെയൊക്കെയും കടന്നു പോകുന്നവരാണ് നമ്മൾ. ജോലി സ്ഥലത്തും കുടുംബജീവിതത്തിലും മാനുഷിക ബന്ധങ്ങളിലും നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ എല്ലാം മുൻപിൽ. എന്നാൽ രക്ഷിക്കപ്പെടുന്നതായ ഒരു ദൈവവൈതലിനോട്, പുതിയ നിയമ ഉടമ്പടിയിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവൈതലിനോട് ദൈവം ഇവിടെ പറയുന്നത് എന്താ, അവരെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക, അവളെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക. നമ്മൾ നമ്മുടെ പേര് കൂട്ടി പറഞ്ഞാൽ എന്നെ അല്ലെങ്കിൽ മാത്യുവിനെ വിളിച്ചിട്ട് പുറത്തോട്ട് ഇറക്കുക. എന്താണ് പറയേണ്ടത് അവനോട് പറയേണ്ടത്, നിന്റെ യുദ്ധസേവ അവസാനിച്ചിരിക്കുന്നു, നിന്റെ ജീവിതത്തിലെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും നീ അനുഭവിച്ചതായ എല്ലാ യുദ്ധത്തിനും ഞാൻ പരിഹാരമായി തീർന്നു. എൻ്റെ ഈ ലോകം തരാത്ത സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പരിഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ വലക്കരം പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായ കർത്താവ് നമ്മോടുണ്ട്. നിന്റെ യുദ്ധസേവ അവസാനിച്ചിരിക്കുന്നു, നീ എന്നിൽ വിശ്രമിക്കുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ അല്ലിന്നെ യുദ്ധം ചെയ്യേണ്ടത്, നിന്റെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. എത്രയൊരു അനുഗ്രഹിക്കപ്പെട്ടതായ സന്തോഷ വർത്തമാനമാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ഭാരം അവൻ വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ യുദ്ധങ്ങൾ അവൻ ഏറ്റെടുത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി അവൻ പോരാടുന്നു. അവൻ നമ്മോട് പറയുന്നത് എന്താ, ഇവിടെ ഇരിക്കുക. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്റെ വലതുഭാഗത്ത് ഇരുത്തിയിട്ട് പുത്രനോട് പറഞ്ഞത് എന്താ, നീ ഇവിടെ എൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊള്ളുക, നിന്റെ ശത്രുക്കളെ എല്ലാം നിന്റെ പാദപീഠമാക്കുവോളം നീ വിട്ടിരുന്നു, ഇനി ഞാന് കാര്യങ്ങൾ നോക്കിക്കോളാം. അതേ കാര്യം തന്നെയാണ് ക്രിസ്തുയേശുവിലൂടെ ദൈവം നമ്മോട് വീണ്ടെടുക്കപ്പെട്ടതായ ഓരോ ദൈവമക്കളോടും പറയുന്നത്, നിന്റെ യുദ്ധസേവ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട്, എന്താണ്, അവളെ വിളിച്ച് പുറത്തേക്ക് ഇറക്കണം. നമുക്ക് ഇന്നുള്ളതായ പോരാട്ടങ്ങള്, ഇന്നുള്ളതായ യുദ്ധങ്ങള്, ഇന്നുള്ളതായ ഭാരങ്ങള്, അതിൻ്റെ അകത്ത് കെട്ടിയിടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയല്ല ദൈവം പറയുന്നത്. അവിടെ നിന്ന് വിളിച്ച് നമ്മെ പുറത്തേക്ക് ഇറക്കുക. പുറത്തേക്ക് ഇറക്കിയോട്ട് അവളോട് പറയേണ്ടത്, നിന്റെ യുദ്ധസേവ അവസാനിച്ചിരിക്കുന്നു, യുവർ വാർഫെയർ ഈസ് ഓവർ. കർത്താവ് എല്ലാം പരിഹാരം ചെയ്തിരിക്കുന്നു, എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി യുദ്ധം ചെയ്യുന്നത് അവനാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആര്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തില് ദൈവം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ട് ആര്? ദൈവം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ആര് നമ്മളെ കുറ്റം വിധിക്കും? ആരാ വിധിക്കുന്നേ? ആരും വിധിക്കത്തില്ല. ഈ ലോകവും ലോകത്തിലെ എല്ലാ മനുഷ്യരും നമുക്ക് എതിരായിട്ട് തീർന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ചില ഭാരപ്പെട്ട അവസ്ഥകളിൽ, അല്ലെങ്കിൽ ആരും നമ്മളെ സഹായിക്കാനില്ല, ആരും ഒരു കരുണയുടെ വാക്ക് പറയുന്നില്ല, ആരും ഒരു ദയയുടെ വാക്ക് പറയുന്നില്ല, ആരും ഉത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെയും ഓർത്ത് നമ്മുടെ ഹൃദയം വിങ്ങുകയും വേദനിക്കുകയും കണ്ണുനീര് നിറയുകയും നമ്മുടെ ഹൃദയം പൊട്ടുകയും ഒക്കെയും ചെയ്യുന്നതായ സമയത്ത് വാസ്തവമായി നമ്മൾ ദൈവത്തിലേക്ക് നോക്കുന്നെങ്കിൽ ദൈവത്തിന് എന്താണ് നമ്മോട് പറയുവാനായിട്ടുള്ളത്? ദൈവം നമ്മോട് പറയും, അപ്പോസ്തലനായ പൗലോസിനെ ഓർമ്മിപ്പിച്ചതുപോലെ, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നവനായ കർത്താവ്, ആ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, ആ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നു. മറ്റെല്ലാം വിട്ടുപോയാലും, മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്.
അതാണ് എല്ലാം. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനായ കർത്താവ്, എനിക്ക് വേണ്ടി മറവലയായി തീർന്ന കർത്താവ്, ആ കർത്താവിനോടുകൂടെ ഉള്ള ഒരു ജീവിതം, അതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നമ്മുടെ അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നത്, ദാറ്റ് ഹെയർ ഇൻവിറ്റി ഹാസ് ബീൻ റിമൂവ്ഡ്. എൻ്റെ പാപങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിരിക്കുന്നു, നീക്കിക്കളഞ്ഞിരിക്കുന്നു. പുതിയ നിയമ ഉടമ്പടിയിലൂടെ ദൈവം നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദത്തവും യഥാർത്ഥമായിട്ടും ദൈവം നമുക്ക് തരുന്നതായ അനുഭവവും അത് തന്നെയാണ്. ദൈവം എന്താണ്? നമ്മുടെ പാപങ്ങളൊന്നും ദൈവം ഓർക്കുന്നില്ല. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നോക്കൂ, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞു പോയി, പഴയതെല്ലാം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. പഴയതെല്ലാം എന്താ? നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മുടെ വീഴ്ചകളും പിശാച് നമ്മളെ ഉപദ്രവിച്ചതും നമ്മൾ താളടിയായി പോയതും നമ്മുടെ പരാജയങ്ങളും വീഴ്ചകളും എല്ലാം. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, നോക്കൂ, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നോക്കൂ, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. എല്ലാം ദൈവം, പഴയതെല്ലാം ദൈവം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. എല്ലാം പുതുക്കുന്നതായൊരു ദൈവം. പുതിയ നിയമ ഉടമ്പടിയിലൂടെ ദൈവം നമുക്ക് തരുന്നത് അതാണ്. ദൈവം ഒരു റിപ്പയർ ചെയ്യുന്ന ദൈവമല്ല. പഴയ നിയമ ഉടമ്പടിയിൽ ദൈവം റിപ്പയർ ചെയ്തു. പഴയ നിയമ ഉടമ്പടിയിൽ ദൈവം പാപത്തെ ക്ഷമിച്ചു, പാപത്തെ മറച്ചിട്ടു. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ റിപ്പയർ ചെയ്താൽ ശരിയാകുന്ന ആൾക്കാരല്ല. നിങ്ങളുടെ ഹൃദയം കല്ലായിട്ടുള്ളതായ ഹൃദയമാണ്. ആ ഹൃദയം എത്ര റിപ്പയർ ചെയ്താലും ശരിയാകത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ഈ കല്ലായുള്ള ഹൃദയം അങ്ങ് എടുത്തു കളയും. കല്ലായുള്ള ഹൃദയം ഞാൻ എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് മാംസളമായൊരു പുതിയ ഹൃദയം ഞാൻ തരും. ആ മാംസളമായുള്ള പുതിയ ഹൃദയത്തില് ഞാൻ തന്നെ എൻ്റെ കൽപ്പനകളെല്ലാം എഴുതും. എന്നിട്ട് എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. നിർമ്മല ജലം ഞാൻ നിങ്ങളെ തളിക്കും. നിങ്ങൾ നിർമ്മലരായിട്ട് തീരും. എല്ലാ കാര്യവും ദൈവം തന്നെ ചെയ്യുന്നു. നമ്മളെ റിപ്പയർ ചെയ്യുകയല്ല, നമ്മളെ മോഡിഫൈ ചെയ്യുകയല്ല, നമ്മളെ വേറെന്ത് ചെയ്യുകയല്ല. നമ്മളെ ദൈവം ചെയ്യുന്നത് എന്താ? നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ആ ഹൃദയം അങ്ങ് മാറ്റിക്കളയുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അതിനുശേഷം ദൈവം നമ്മുടെ ഒരു പാപങ്ങളും ഓർക്കുന്നില്ല. നിങ്ങളുടെ അകൃത്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നേയില്ല. ദൈവത്തിന് മറവി സംഭവിച്ചെന്നല്ല, എന്നാൽ ദൈവം മനഃപൂർവ്വം അത് മറന്നു കളയും. എന്തുകൊണ്ടാ? ക്രിസ്തുയേശുവിലൂടെ നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട്, ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹം കൊണ്ട്, ദൈവത്തിന് നമ്മോടുള്ളതായ മനസ്സലിവ് കൊണ്ട്, ദൈവത്തിന് നമ്മോടുള്ളതായ കരുണ കൊണ്ട് ദൈവം അതെല്ലാം എന്നേക്കുമായിട്ട് മറന്നു കളയും. നിങ്ങളുടെ അകൃത്യം പൂർണ്ണമായിട്ടും ഞാൻ നീക്കിക്കളയും. മാത്രമല്ല, അവിടെ ആ വാക്യത്തിൽ തന്നെ നമ്മോട് വീണ്ടും പറയുന്നത് എന്താ? ദാറ്റ് ഷീ ഹാസ് റിസീവ്ഡ് ദ ലോർഡ്സ് ഹാൻഡ് ഡബിൾ ഫോർ ഹെർ സിൻസ്. അവളുടെ പാപത്തിന് ഇരട്ടിയായിട്ട് അവൾ ശിക്ഷ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോക്ക്, നമ്മൾ യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഹൃദയപരമാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ തോന്നും, ഞാൻ എത്രയധികം പാപം ചെയ്തു പോയി, ദൈവം അതിനുള്ളതായ ശിക്ഷയൊന്നും എനിക്ക് തന്നില്ല, ഇനിയും ശിക്ഷ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അത് ഞാൻ ചെയ്തതിൻ്റെ ഫലമായിരിക്കും, ആ കാര്യങ്ങളായിരിക്കും എന്നെ പിന്തുടരുന്നത്. എന്നാൽ ദൈവം എന്താ പറയുന്നത്? നമ്മൾ യഥാർത്ഥമായും പുതിയ നിയമ ഉടമ്പടിയിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവം പറയുന്നത്, നിന്റെ പാപങ്ങൾക്ക് ഇരട്ടി നിനക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് ശിക്ഷയില്ല. നിന്റെ മേലുള്ളതായ എല്ലാ ന്യായവിധിയും മാറ്റിക്കളഞ്ഞിരിക്കുന്നു, നിന്റെ എല്ലാ ശിക്ഷകളും നീക്കിക്കളഞ്ഞിരിക്കുന്നു, എല്ലാത്തിനും ഞാൻ പരിഹാരമായി തീർന്നിരിക്കുന്നു. അങ്ങനെ പരിപൂർണമായ ഒരു വിടുതലാണ്, പരിപൂർണമായ ഒരു സൗഖ്യമാണ്, പരിപൂർണമായ ക്രിസ്തുയേശുവിലുള്ള ഒരു പുതിയ ജീവനാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അവിടേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഭാവവും അത് തന്നെയാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് ക്രിസ്തുയേശുവിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്തുയേശു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചതായ നാളുകളിലൊക്കെയും ചെയ്ത ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. നമുക്കറിയാം, സക്കേവൂസ് കർത്താവിനെ കാണണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായി. അവിടെ എന്ത് ചെയ്തവന്? നമുക്കറിയാം, കഥയൊന്നും ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അവൻ വന്ന് അത്തിയുടെ മോളിൽ കയറി അവിടെ ഒളിച്ചിരുന്നു. കാരണം അവന് പൊക്കം കുറഞ്ഞവനാണെന്ന് മാത്രമല്ല, ഈ ചുങ്കക്കാരൻ എന്ന് പറയുന്നത് സമൂഹം വെറുക്കുന്ന ഒരാൾ. എല്ലാവരോട് പിടിച്ചു വരച്ചും വഞ്ചിച്ചും എല്ലാം പണം മേടിച്ച് കഴിയുന്നത്. പരീശന്മാര് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കത്തില്ല, അവരുടെ കൂടെ പോകത്തില്ല, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരുടെ കൂടെ പോയി കഴിച്ചപ്പോൾ അവർ പറഞ്ഞ്, ഇവന് ഒന്നും അറിയത്തില്ല, ഇവന് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇവൻ പോയി എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്?
അവർക്കത് ദഹിച്ചില്ല, അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് സക്കേവൂസിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് സക്കേവൂസിനെ, ഒളിച്ചിരിക്കുന്ന സക്കേവൂസിനെ കണ്ടിട്ട് പറഞ്ഞു, നീ വേഗത്തിൽ ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാണ്. സക്കേവൂസിന്റെ പഴയ പാവങ്ങളെല്ലാം എന്ത് ചെയ്യേ? സക്കേവൂസ് പിടിച്ചു പറിച്ചതെല്ലാം എന്ത് ചെയ്യേ? വഞ്ചിച്ചെടുത്തതെല്ലാം എന്ത് ചെയ്യേ? കർത്താവ് അതൊന്നും കാണുന്നില്ല. അത്രമാത്രം ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ ആ വലിയ മനസ്സ്, നമ്മോടുള്ളതായ മനോഭാവം അതാണ്. കർത്താവ് സക്കേവൂസിന്റെ ഒരു കുറവുകളും കണ്ടില്ല. കർത്താവ് സക്കേവൂസിനോട് പറഞ്ഞത്, എനിക്ക് ധൃതിയായി, എനിക്ക് വേഗം നിന്റെ ഭവനത്തിൽ വരണം, നിന്റെ ഭവനത്തിൽ പാർക്കണം, നിന്നോടുകൂടെ ആയിരിക്കണം, നീ അതുകൊണ്ട് വേഗത്തിൽ ഇറങ്ങി വരിക. നോക്ക്, നമ്മോടുള്ളതായ സ്നേഹത്തിന്, നമ്മോടുകൂടെ പാർക്കുവാനായിട്ട് ധൃതിപ്പെടുന്ന ഒരു ദൈവം, മനസാന്തരപ്പെടുന്ന യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും എല്ലാ പാപങ്ങളും എന്നേക്കുമായിട്ട് ആഴിയുടെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയുന്നതായ ഒരു ദൈവം, ഒരു നാളും അത് ഓർക്കാതിരിക്കുന്നതായ ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നമ്മളെ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് വിളിച്ചത്, വേർതിരിച്ചത്, ദൈവത്തിൻ്റെതാക്കി തീർത്തത്. ഈ ഒരു ദൈവത്തെ രുചിച്ചറിഞ്ഞ് ആ ദൈവത്തെ അനുഭവിച്ച് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. നമ്മൾ നോക്കുക, പാപിനി വ്യഭിചാരക്രമത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീ, അവൾ വന്നു, അവളുടെ ചുറ്റും നിൽക്കുന്നതായ എല്ലാ മനുഷ്യരും അവരെല്ലാവരും അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള കല്ലുകളും കയ്യിലായിട്ട് നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ എഴുതപ്പെട്ടതായ ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണത്തിൽ ഒരു വ്യവസ്ഥയേ ഉള്ളൂ, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അവിടെ ആർക്കും യാതൊരു സംശയവുമില്ല. അവിടെയുള്ള എല്ലാ കണ്ണുകളും അവളിലേക്ക് തുറച്ചു നോക്കുന്നത് എങ്ങനെയാ? അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം. ആർക്കും വേറൊരു അഭിപ്രായമില്ല. എല്ലാ കണ്ണുകളും അങ്ങനെ കാണുമ്പോൾ അവിടെ രണ്ട് കണ്ണുകൾ മാത്രമേ അവളെ കാണുന്നുള്ളൂ. അവളുടെ ഒരു പാപങ്ങളും ഓർക്കാത്ത രണ്ട് കണ്ണുകൾ. അത് കർത്താവായ യേശുവിന്റെ കണ്ണുകളാണ്. നമ്മുടെയും ജീവിതത്തില് പല ജീവിത അനുഭവങ്ങളിലും അനേക കണ്ണുകളും കരങ്ങളും വിരലുകളും ഒക്കെയും നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയും നമ്മളെ പാപിയെന്ന് മുദ്ര കുത്തുകയും നമ്മളെ പുറന്തള്ളുകയും ഒക്കെയും ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ കണ്ണുകളുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞ, എല്ലാം ചെയ്ത് ഒരുക്കി വെച്ചിട്ട് നമ്മളെ വിളിക്കുന്ന കർത്താവ്. കർത്താവ് എന്താ ഈ സ്ത്രീയോട് പറഞ്ഞത്? നീ വ്യഭിചാരം ചെയ്തു എന്ന് ചോദിച്ചോ? നീ എത്ര പ്രാവശ്യം വ്യഭിചാരിച്ചത്? ഒന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, സ്ത്രീയെ, അവരാരും നിന്നെ വിധിച്ചില്ലേ? അവരാരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. എങ്ങനെ അവര് വിധിക്കാതായി തീർന്നത്? കയ്യിൽ കല്ലുമായിട്ട് വന്നവര്, ഒറ്റ ന്യായപ്രമാണവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നവരെ ദൈവപുത്രന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് അവരെല്ലാം കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയി. അതായത് ആ പാപിനിയായിരുന്ന സ്ത്രീ, വ്യഭിചാരിണിയായിരുന്ന സ്ത്രീക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തത് കർത്താവാണ്. അവളുടെ യുദ്ധസേവ അവസാനിച്ചു. അവൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തു. അവൾ ചെയ്ത പാപത്തിന് കർത്താവ് പരിഹാരമായി തീർന്നു. ആ കല്ലെറിയാൻ വന്നവരുടെ എല്ലാവരുടെയും മുൻപിൽ വലിയൊരു ഷീൽഡുമായിട്ട് നിന്ന് കർത്താവിൻ്റെ വാക്കാണ്, നിങ്ങളിൽ കല്ലെറിയാത്തവൻ അവളെ ആദ്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യമേ കല്ലെറിയട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, യഥാർത്ഥമായൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യഥാർത്ഥമായും ക്രിസ്തുയേശുവിലുള്ളതായ ആ ദൈവം നമ്മളെ വിളിച്ചതായ ആ വിളിയിലേക്ക് നമ്മുടെ ജീവിതം ആയിത്തീരുന്നെങ്കിൽ, ഈ ഒരു വലിയ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. അതായത് ദൈവം പറഞ്ഞ എന്താ? ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. ആരാ പ്രൊട്ടക്ഷൻ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാനാണ്, ദൈവം തന്നെയാണ്. മാത്രമല്ല, നിന്റെ അതിമഹത്തായ പ്രതിഫലം ആരാ? ഇസഹാക്കല്ല, ഞാനാ, ദൈവമാ. യേശുക്രിസ്തു നമ്മോടും പറയുന്നത് തന്നെയാണ്, ഞാനാണ് നിന്റെ സംരക്ഷണം, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാൻ തന്നെയാണെല്ലാം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ എല്ലാമാണ്. ഈ ഒരു കർത്താവാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹം ഓരോ ജീവിതത്തിലും അറിഞ്ഞ്, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പരിധിക്കുള്ളിൽ മറഞ്ഞ്
91 സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമ്മെ തന്റെ ചിറകടിയിൽ മറച്ച് സൂക്ഷിക്കുന്നതായ ദൈവമാണ്. നമ്മുടെ വലതുഭാഗത്ത് 1000-ഉം വലതുവശത്ത് 10,000-ഉം വീഴും, എന്നാൽ ഒരു ബാധയും നമ്മളോട് അടുത്ത് വരികയില്ല. ഈ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. നമ്മളെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളെ സംരക്ഷിക്കുന്നു. ഈ ഒരു പുതിയ നിയമ ആത്മാവിലാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ ഈ സ്നേഹവും യഥാർത്ഥമായ പുതിയ നിയമവും ദൈവം നമുക്ക് വേണ്ടതായ ചെയ്തതായ പ്രവൃത്തിയുടെ മഹത്വവും കാണാതെ നമ്മുടെ കണ്ണുകളെ ഈ ലോകത്തിന്റെ പ്രഭു കുരുടരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട്, മതങ്ങളുടെ പിന്നാലെ എല്ലാം ഓടുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് നമ്മൾ ഈ ദൈവസ്നേഹം കാണുവാൻ, ദൈവത്തിന് നമ്മളുള്ളതായ ദയ കാണുവാനായിട്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ പ്രവൃത്തിയുടെ പൂർണ്ണത കാണുവാനായിട്ട്, ദൈവം നമ്മുടെ അകൃത്യങ്ങൾ നീക്കിക്കളഞ്ഞത് കാണുവാനായിട്ട്, ദൈവം നമ്മുടെ പാപങ്ങൾ ഒരു നാളും ഓർക്കാതെ ദൈവമായിട്ടുള്ളതായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ബന്ധം കാണുവാനായിട്ട് നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടും. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് തീരും. ആ ഒരു ജീവിതമാണ് നമ്മളെ എല്ലാവരെയും ദൈവം പുതിയ നിയമ ഉടമ്പടിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മൾ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3-4 വാക്യങ്ങൾ അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. 4-ാമത്തെ വാക്യം, എല്ലാ താഴ്വരയും നികന്ന് എല്ലാ മലയും കുന്നും താണ് വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങള് സമമായും തീരണം. ഇവിടെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ അവിടെ പറയുന്നത്? ദൈവം ദയ കാണിച്ചു, കരുണ കാണിച്ചു, ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു, എല്ലാം ഒരുക്കി വെച്ചു, എല്ലാം സത്യം തന്നെയാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥമായിട്ടും ഈ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മാനസാന്തരം ഒരു ദിവസത്തേക്കോ ഒരു സംഭവത്തിന്റെ പേരിലോ മാത്രമല്ല. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും തുടർച്ചയായിട്ടുള്ളതായ മാനസാന്തരം, തുടർച്ചയായിട്ടുള്ളതായ നിരപ്പാകല് ഉണ്ടായി ദൈവവുമായും സകല മനുഷ്യരുമായിട്ടും പൂർണ്ണമായിട്ടും നിരപ്പിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്നതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സ്നാപകയോഹന്നാൻ തന്നെ ഇതേ വാക്യങ്ങള് പറഞ്ഞുകൊണ്ടാണ് കർത്താവിന്റെ വേണ്ടി വഴിയൊരുക്കുവാനായിട്ട് വന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്, അവന് വേണ്ടി വഴിയൊരുക്കുവിൻ. അതാണ് സ്നാപകയോഹന്നാൻ വിളിച്ചു പറയാനുണ്ടായിരുന്നത്. എന്നാല് സ്നാപകയോഹന്നാന്റെ ഈ വിളിച്ചു പറച്ചിൽ കേട്ട് സ്നാപകയോഹന്നാന്റെ അടുത്തേക്ക് സ്നാനപ്പെടുവാനായിട്ട്, മാനസാന്തര സ്നാനം ഏൽക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാവരോടും സ്നാപകയോഹന്നാൻ പറഞ്ഞത് എന്താ? പ്രത്യേകിച്ച് പരീശന്മാരോടും ന്യായശാസ്ത്രികളോടും ഒക്കെയും പറഞ്ഞു, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നിങ്ങൾ ആരാണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ കടക്കില് കോടാലി വെച്ചിരിക്കുന്നു. പാപത്തെ അതിന്റെ വേരോടെ പിഴുതു കളയുന്നതായ ഒരു കാര്യം, അതിൽ കുറഞ്ഞുള്ളതായ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മാനസാന്തരപ്പെട്ടു, വീണ്ടും ജനിച്ചു, സ്നാനപ്പെട്ടു, ദൈവസഭയിലായി, ദൈവത്തിന്റെ മാർഗത്തിലായി, ശിഷ്യത്വത്തിന്റെ മാർഗത്തിലായി. എന്നാൽ നമ്മുടെ പാപത്തിന്റെ വേരുകൾ അവിടെ നിപ്പുണ്ടോ? അതിൽ ഇന്നും കത്തി വെച്ചിട്ടുണ്ടോ? കോടാലി വെച്ചിട്ടുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടോ? അതോ പഴയ കുറ്റിയെ കിളുത്ത കിളിർപ്പുകളും ഒക്കെയും അവിടെ നിപ്പുണ്ടോ? പഴയ വൈരാഗ്യങ്ങളും പഴയ സ്വാർത്ഥതയും പഴയ പണമോഹവും പഴയ നമ്മുടെ സ്വഭാവ ജീവിതങ്ങളും നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും കിട്ടിയതായ ആ ആദാമ്യ സ്വഭാവങ്ങളും അതെല്ലാം അവിടെ നിപ്പുണ്ടോ? എന്താ വേണ്ടത്? കർത്താവിന് വേണ്ടി വഴിയൊരുക്കണം. എങ്ങനെയാ വഴിയൊരുക്കുന്നത്? പാപത്തിന്റെ വേരുകള് പിഴുതു കളയണം. മാനസാന്തരപ്പെടുന്നത് ആഴമായിട്ട് തന്നെ മാനസാന്തരപ്പെടണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ളതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. ഇത് ഈ ഒരു കരിസ്മാറ്റിക് മാനസാന്തരമല്ല. ഇത് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെള്ളയടിക്കുന്ന ഒരു മാനസാന്തരമല്ല. ഇത് വേരോടെ പിഴുതു കളയുന്ന മാനസാന്തരമാണ്. കടയ്ക്കല് കോടാലി വെക്കുന്ന മാനസാന്തരമാണ്. ജീവിതത്തെ 180 ഡിഗ്രി തിരിയേണ്ട മാനസാന്തരമാണ്. അപ്പനെയും അമ്മയെയും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാതിരിക്കേണ്ട മാനസാന്തരമാണ്.
തന്നെ സ്വയത്തെ ദൈവത്തെക്കാളധികം സ്നേഹിക്കാതിരിക്കേണ്ട മാനസാന്തരമാണ്. തനിക്കുള്ളതിനെ ഒന്നിനെയും ദൈവത്തെക്കാളധികം സ്നേഹിക്കാതിരിക്കേണ്ട മാനസാന്തരമാണ്. ഈ ഒരു മാനസാന്തരത്തിന്റെ വഴിയെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നവരായി നമ്മൾ തീരുകയുള്ളൂ. മരുഭൂമിയിൽ അവിടെ വീതി ഒരുക്കുക അവന് വേണ്ടി. ആ ശബ്ദമാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. പുതിയ നിയമത്തിന്റെ ശബ്ദം അതാണ്. അവിടെ പൊത്തുവരുത്തത്തിന്റെ ആത്മാവില്ല, ഏച്ചുകെട്ടലിന്റെ ആത്മാവില്ല, കൂട്ടിക്കെട്ടലിന്റെ ആത്മാവില്ല. അവിടെ മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ജീവിതത്തിൽ സ്ഥായിയായ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ് ഉണ്ടാകേണ്ടത്. അതിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഉപരിപ്ലവമായ ഈ ലൂക്കുവേ മാനസാന്തരവും ലൂക്കുവേമായിട്ടുള്ളതായ ജീവിതവും അതും കൊണ്ട് നമ്മൾ ഒരിക്കലും സംതൃപ്തി അടഞ്ഞ് ജീവിക്കരുത്. അതിൽ സംതൃപ്തി അടച്ച് ജീവിച്ചാൽ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാം, കുറച്ചൊക്കെ പ്രൊമോഷൻ മേടിക്കാം, മനുഷ്യനെ പ്രസാദിപ്പിക്കാം, മനുഷ്യനുമായിട്ടുള്ള കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കാം, ലോകത്തിൽ കുറെ കാര്യങ്ങളൊക്കെ സാധിക്കാം. അതിൻ്റെ അപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. യഥാർത്ഥമായ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമ്മോട് വിളിച്ചു പറയുന്നത് എന്താ? നമ്മള് മരുഭൂമിയിൽ കർത്താവിന് വഴി ഒരുക്കുന്നവരായി തീരണം. വഴി ഒരുക്കുന്നവരായി തീരണം. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എവിടെയാണ് ഈ വഴിയിൽ തടസ്സമുള്ളത്? എവിടെയാണ് വഴിയില്ലാതായിരിക്കുന്നത്? ഈ നിർജ്ജന ദേശത്ത് വീതി തന്നെ ഒരുക്കുവാനായിട്ട് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, എൻ്റെ കർത്താവ് വരുവാനായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നു. അവന് വേണ്ടി രാജവീതി തന്നെ ഉണ്ടാക്കുവാൻ, ഹൃദയത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് ദൈവത്തിന് വേണ്ടി നേർവീതി ഒരുക്കുന്നവരായിട്ട് നമ്മൾ തീരണം. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന ദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവിൻ. ദൈവത്തിന് വഴി ഒരുക്കുക മാത്രമല്ല, അവിടെ എന്താ പറയുന്നത്? അവന് വേണ്ടി പെരുവഴി നിരപ്പാക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. നമ്മുടെ ജീവിതത്തിൽ പെരുവഴി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നതായ വഴി അവിടെ നിരപ്പാകാത്ത അനുഭവങ്ങളുണ്ടോ? കുഴിയും കുന്നും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. വലിയ റോഡുണ്ട്, വീതിയുണ്ട്, എന്നാൽ എന്താ? അവിടെ ചില കുഴികളുണ്ട്, അവിടെ ചില കുന്നുകളുണ്ട്. എന്നാൽ അതെല്ലാം നിരപ്പാക്കി ദൈവത്തിന് വേണ്ടി ആയിത്തീരണം. അടുത്ത വാക്യത്തിൽ അവിടെ പറയുന്നത്, എല്ലാ താഴ്വരയും നികന്ന് എല്ലാ മലയും കുന്നും താണ് വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായി തീരണം. ഇവിടെ നമ്മൾ നോക്കുക, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അവിടെ പറയുന്നത് എന്താ? എല്ലാ താഴ്വരയും നികന്നു വരണം. താഴ്വര കാണിക്കുന്നത് എന്താ? താഴ്വര എപ്പോഴും ഒരു താഴ്ന്ന അനുഭവമാണ്. അനേകർക്ക് ഫോൾസ് ഹ്യൂമിലിറ്റി ഉണ്ട്, അനേകർക്ക് എപ്പോഴും ഒരു ഗിൽറ്റി കോൺഷ്യൻസ് ജീവിക്കുന്നു, എപ്പോഴും ഒരു കുറ്റബോധത്തോടെ ജീവിക്കുന്നു. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് ദൈവത്തിനൊന്നും പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല, ഞാൻ ആകെ ഒന്നും കഴിയാത്ത ഒരാളാണ്, ഞാൻ ബലഹീനനാണ്, ഒന്നിനും കൊള്ളത്തില്ല. ഇതൊക്കെയും പറഞ്ഞ് വീടിൻ്റെ മൂലയിലോ ചർച്ചിൻ്റെ മൂലയിലോ എവിടെയെങ്കിലും എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ച് കടന്നു പോകുന്നവര്. ദൈവം എന്താ പറയുന്നത്? എല്ലാ താഴ്വരയും ഉയർന്നു വരണം. കർത്താവില് മുട്ടുള്ളവരാരുമില്ല, കർത്താവില് കൃപ കുറഞ്ഞവരില്ല, അവിടെ മുടന്തന്മാരോ ചെകിടന്മാരോ ആരുമില്ല. എല്ലാവരും ഒരുപോലെ കർത്താവിൽ തികഞ്ഞവരായി തീരണം. സകലത്തിലും സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം എല്ലാവരും വളരണം. അതുകൊണ്ട് ഒരു താഴ്വരയും നമ്മുടെ ജീവിതത്തിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാ താഴ്വരയും എന്ത് വേണം? അത് നികന്നു വരണം, നികത്തി വരണം. രണ്ടാമത് അവിടെ പറയുന്നതായ കാര്യം, എല്ലാ മലയും കുന്നും താണു വരണം. ഈ നമ്മുടെ ജീവിതത്തില് നമുക്ക് താഴ്വരയുടെ അനുഭവമല്ല മാത്രമല്ല ഉള്ളത്, പിന്നെന്നുണ്ട് വലിയ കുന്നുകളുണ്ട് നമുക്ക്. അഹങ്കാരം, പ്രൗഡ്, ഐ എം ബെറ്റർ ദാൻ അതർ, ഐ ക്യാൻ പ്രീച്ച് ബെറ്റർ ദാൻ അതേഴ്സ്, ഞാൻ ഇന്നേക്കാളെക്കാളും മെച്ചമാണ്, ഞാൻ ഇന്നേക്കാളും ബുദ്ധിയുള്ളവനാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ അന്നേ അത് ആലോചിച്ചില്ലേ, ബുദ്ധി വേണമെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. എന്തെല്ലാം അഹങ്കാരത്തിന്റെ വാക്കുകളും അഹങ്കാരത്തിന്റെ ചിന്തകളുമാണ് നമ്മളെ എപ്പോഴും ഭരിക്കുന്നത്. ദൈവം എന്താ പറയുന്നത്? എല്ലാ കുന്നുകളും നിരപ്പാകണം. എല്ലാ അഹങ്കാരികളോടും ദൈവം എതിർത്ത് നിൽക്കുന്നു. നമ്മള് വേറൊരാളെക്കാളും ഞാൻ മെച്ചമാണ്, ബുദ്ധിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, ഞാനാണ് ഇവിടുത്തെ കേമൻ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവം ആരാ? നമ്മുടെ എതിരാളി. ദൈവം ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഐ എം സോ ഇന്റലിജന്റ്, ഐ എം സോ ഷ്രൂഡ്, എല്ലാവരെയും കളിപ്പിക്കാൻ എനിക്ക് പറ്റും, എല്ലാവരെയും കബളിപ്പിക്കാൻ പറ്റും,
എല്ലാവരെയും മധുരവാക്കുകൾ പറഞ്ഞ് വഞ്ചിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെയും നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ദൈവം എനിക്ക് എതിരാളിയാ. ദൈവം എൻ്റെ ശത്രുവായിട്ട് മാറിയിരിക്കുക. വേർ ദ പ്രൗഡ് വിൽ ലെൻ ഇൻ എറ്റേണൽ ഹെൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ നമ്മോട് പറയുന്നത്, എല്ലാ കുന്നുകളും എല്ലാ ഉയർന്നതും എന്തു വരണം? താണു വരണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മുടെ മനോഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് ആരോടാണെങ്കിലും അവിടെയുള്ള എല്ലാ അഹങ്കാരങ്ങളും തീരുവാനായിട്ട്, എല്ലാ ഉന്നത ഭാവങ്ങളും തീരുവാനായിട്ട്, നമ്മളെ തന്നെ കുറിച്ചുള്ളതായ നമ്മുടെ അവമതികൾ, അതെല്ലാം ഉന്നത ആലോചനകൾ, അതൊക്കെയും തീർന്നിട്ട് അതെല്ലാം കർത്താവിൽ നിരപ്പായി വരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവിടെ പറയുന്നത്, വളഞ്ഞതും ചൊവ്വായും ദുർഘടങ്ങളും സമമായി തീരണം. അപ്പോൾ ഉയർന്നതും താഴ്ന്നതും മാത്രമല്ല, പിന്നെ എന്തുണ്ട്? അവിടെ ദുർഘടങ്ങളുണ്ട്, വളഞ്ഞതുണ്ട്, വളഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ. നമ്മുടെ സംസാരത്തിൽ എത്ര വളവുണ്ട്, നമ്മുടെ ഇടപെടലുകളിൽ എത്ര വളവുണ്ട്. ആളിനെ അനുസരിച്ച് നമ്മുടെ മുഖഭാവം മാറും, ആളിനെ അനുസരിച്ച് നമ്മുടെ സംസാര രീതി മാറും, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ ഇടപെടുന്ന വിധം മാറും. ആ വളഞ്ഞ പരിപാടിയൊക്കെ എന്നാ വേണം? വളഞ്ഞതെല്ലാം നേരെയാകണം, ദുർഘടം നേരെയാകണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങള് സമമായും തീരണം. നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആകാനും സ്ട്രെയിറ്റ് ഫോർവേഡ് ആകാനും, നമ്മൾ ഈ ബാക്ക് ബൈറ്റിങ് നടത്തുന്നതും അതുവിധം പറഞ്ഞു വരുത്തുന്നതും അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മൾ മോചനം പ്രാപിക്കേണ്ടവരാണ്. നമ്മൾ ഫേസ് ടു ഫേസ് കാര്യങ്ങൾ പറയുന്നവരും കാര്യങ്ങൾ തുറന്നു പറയുന്നവരും ആയി നമ്മുടെ ജീവിതം തീരാണ്. നോ ബാക്ക് ബൈറ്റിങ്. പുറകിൽ പോയി പറയുന്ന, ഏഷണി പറയുന്ന, പരദൂഷണം പറയുന്ന, മനുഷ്യരെ തൻ്റെ പരദൂഷണങ്ങളാൽ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും, എല്ലാ വളഞ്ഞ വഴിയും, എല്ലാ ദുർഘടങ്ങളും, അതിൽ നിന്നെല്ലാം നമ്മൾ നിരപ്പാകണം. നമ്മൾ യഥാർത്ഥമായിട്ടും പുതിയ നിയമ ഉടമ്പടിയിൽ ജീവിക്കണമെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയി തീരണം. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം, നമ്മൾ ആദ്യമേ ചിന്തിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ, ദൈവം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, സ്നേഹം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിലേക്ക് ചെല്ലുന്നതായ ഒരു ദിവസമുണ്ട്. ആ സമയത്ത് ദൈവം ജീവന്റെ പുസ്തകങ്ങൾ തുറക്കും, ദൈവം നമ്മുടെ പ്രവൃത്തികളുടെ പുസ്തകം തുറക്കും. ദൈവം എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് പറയണം? നമ്മൾ ന്യായം പറയേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും. വളഞ്ഞ വഴി, ദുർഘടങ്ങള്, ഇതിനെല്ലാം സമാധാനം പറയണം. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു കൂട്ടിയതെല്ലാം, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ അവരെ അപ്ലൈ ചെയ്തതെല്ലാം നമ്മൾ അവിടെ സമാധാനം പറയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട്, എല്ലാ വളഞ്ഞതും നേരെയായി ചൊവ്വായും എല്ലാ ദുർഘടങ്ങളും സമമായും തീരുന്ന ഒരു ജീവിതമായിട്ട് നമ്മൾ തീരണം. നമ്മൾ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും, യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളിച്ചെത്തിക്കുന്നു. നോക്കൂ, യഥാർത്ഥ പുതിയ നിയമ ഉടമ്പടിയുടെ ആ ലക്ഷ്യം ഇവിടെയാണ് 5-ാമത്തെ വാക്യത്തില്. അവിടെ എന്താ പറയുന്നത്? നമ്മൾ യഥാർത്ഥമായിട്ടും മാനസാന്തരപ്പെടുമ്പോൾ, യഥാർത്ഥമായിട്ടും നമ്മുടെ മാനസാന്തരത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുമ്പോൾ, യഥാർത്ഥത്തിൽ പുതിയ നിയമ ഉടമ്പടിക്കാരായിട്ട് നമ്മുടെ ജീവിതം തീരുമ്പോൾ എന്താ അവിടെ ഉണ്ടാകും? ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. അപ്പൊ നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത് മാത്രമല്ല, ഈ ഭൂമിയിലുള്ളതായ സകല ജഡവും, മനുഷ്യർ മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ മഹത്വം കാണുവാനുള്ളതായ ഒരു ആളായിട്ട് നമ്മുടെ ജീവിതം തീരുവാനായിട്ടിടയായി തീരും. നോക്കൂ, പുതിയ നിയമ ഉടമ്പടി നമ്മളെ എത്ര ഉന്നതമായ ഒരു ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എത്ര ഉന്നതമായ ഒരു സ്ഥാനമാണ് ക്രിസ്തുയേശുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സകല ജഡവും ദൈവത്തിന്റെ മഹത്വം കാണുന്നതായ ഒരു കാര്യം.
ദൈവത്തിന്റെ നാമം എല്ലാ കാര്യങ്ങളിലും മഹത്വപ്പെടും. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഇടപാടുകളിലും എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നുവെന്ന് മാത്രമല്ല, സകല ജഡവും അത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സകല സൃഷ്ടികളും ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഇതുകൊണ്ടാണ് രക്ഷയുടെ ആദ്യ ഫലം സ്വീകരിച്ച് ആത്മാവെന്ന വാഗ്ദത്തം ലഭിച്ചതായ നാം വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ സകല സൃഷ്ടികളും ആ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ അവർക്കൊരു കാര്യം അറിയാം, ഈ മനുഷ്യപുത്രന്മാര്, ഈ ഭൂമിയിലുള്ളതായ മനുഷ്യര്, ഇവരുടെ വീണ്ടെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സകല സൃഷ്ടികളും ഈ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സൃഷ്ടികളുടെ എല്ലാ ഹൃദയത്തില് അവര് മൂകമായ ഭാഷയിൽ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താ? നിങ്ങൾ രക്ഷിക്കപ്പെട്, നിങ്ങളെ ശിഷ്യനായിട്ട് തീര്, നിന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ, എന്നിട്ട് വേണം എനിക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട്, എന്നിട്ട് വേണം എൻ്റെ വീണ്ടെടുപ്പ് വരുവാനായിട്ട്. എൻ്റെ ഓർഡർ രണ്ടാമത്. നമ്മളിപ്പം ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്യൂവിൽ ഒന്നാമത് നിൽക്കുന്ന ആള് നമ്മൾ രണ്ടാമത് നിൽക്കുന്നു, നമുക്ക് കാര്യങ്ങൾ കിട്ടുവാനായിട്ട് ധൃതിയുണ്ട്. നമ്മളെന്താ പറയുന്നത്? ഒന്നാമത് നിൽക്കുന്ന ആളോട് പറയും, നീ ഒന്ന് തീർക്ക്, എന്നിട്ട് വേണം എനിക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളും എന്നോടും നിങ്ങളോടും പറയുന്ന അതേ കാര്യം തന്നെയാ. നിങ്ങൾ യഥാർത്ഥ പുതിയ നിയമ ഉടമ്പടിക്കാരായിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിട്ട് നിങ്ങൾ തീരണം. നിങ്ങളുടെ പൂർണ്ണമായ വീണ്ടെടുപ്പിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വീണ്ടെടുപ്പുള്ളൂ. ഞാൻ 2-ാം സ്ഥാനത്ത് നിൽക്കുക, എനിക്കിത് കിട്ടണമെങ്കിൽ 1-ാം സ്ഥാനത്ത് ഇരിക്കുന്നവന്റെ വീണ്ടെടുപ്പ് കഴിയണം. മനുഷ്യപുത്രന്മാരായ നമ്മളോടെല്ലാവരോടും, ഈ ഭൂമിയിലെ സൃഷ്ടികളല്ല, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഇരിക്കുന്ന ഈ കസേരയും നമ്മുടെ റൂമിന്റെ കതകും നമ്മുടെ കാറും ഈ ഭൂമിയിലെ പശുവും മൃഗങ്ങളും എല്ലാം മൂകമായ ഭാഷയിൽ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ഇതാ. കുറച്ചുകൂടെ വ്യക്തതയോടെ നിനക്കൊന്ന് രക്ഷിക്കപ്പെട്ട് യഥാർത്ഥ ശിഷ്യത്വത്തിൽ ജീവിച്ചുകൂടെ? നീ എന്തിനാണ് ഇങ്ങനെ പാപത്തിന് അടിമയായിട്ട് ജീവിക്കുന്നത്? എന്തിനാണ് നീ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത്? നീ ഒന്ന് രക്ഷിക്കപ്പെട്, നീ ഒന്ന് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് കടക്ക്, എന്നിട്ട് വേണം എനിക്ക് രക്ഷിക്കപ്പെടുവാൻ. ഓരോ കല്ലും കോഴിയും നമ്മോട് പറയുന്നതാണ്, ഓരോ പശുവും ആടും താറാവും നമ്മളോട് പറയുന്നതാണ്. സകല ജഡവും ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വലിയ വഴിയാണ് ദൈവം നമ്മുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. പുതിയ നിയമം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന, ക്രിസ്തു യേശുവിലൂടെ തുറന്നു കാണിക്കുന്ന ഈ വഴിയിലേക്കുള്ള ഒരു ദർശനമാണ്. ഈ ദർശനം പ്രാപിച്ചവരായിട്ട്, ഈ ദർശനത്താൽ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെട്ടവരായിട്ട് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. യഥാർത്ഥ പുതിയ നിയമ ഉടമ്പടിയാൽ പിടിക്കപ്പെട്ടവരായി, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ചു തന്നവനായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നുവെന്ന് യഥാർത്ഥമായിട്ട് ഹൃദയത്തിലൂടെ പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. നമ്മൾ ഒരുപക്ഷെ അത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ കൂടിയിരുന്ന് പറയുമായിരിക്കും. എന്നാൽ നമ്മൾ ഒരു മനുഷ്യൻ പോലും കാണാനില്ലാത്തപ്പോൾ, നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കിടപ്പുമുറിയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനായ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥ പുതിയ നിയമ ഉടമ്പടിയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം ആയിത്തീരുന്നത്. ആ ഒരു ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത്. നമുക്ക് നമ്മെ തന്നെ അതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ അവൻ പകർന്നു തന്നിരിക്കുന്നു. ആ കൃപ അനുഭവിച്ചുകൊണ്ട് യഥാർത്ഥ പുതിയ നിയമ ഉടമ്പടിക്കാരായിട്ട് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കും. അവൻ കരുണയോടെ നമ്മളെ വിളിക്കുന്നു, ദയോടെ നമ്മളെ വിളിക്കുന്നു, സ്നേഹത്തോടെ നമ്മളെ വിളിക്കുന്നു. എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം വിളിക്കുന്നു. നമ്മൾ ആ ക്ഷണം സ്വീകരിച്ച് ആ ദൈവത്തിന്റെ പ്രിയ മക്കളായിട്ട്, യഥാർത്ഥ ശിഷ്യരായിട്ട് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ.